പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, പ്രാർത്ഥന എത്ര ലളിതമാണെങ്കിലും എളിയതാണെങ്കിലും ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കേണ്ടത്? കർത്താവേ, നീയാണ് ഉദ്ദേശിക്കേണ്ടത്. നാനാവിധ രോഗികളെ കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷൻ വന്നു പോയവർ, മനസ്സിടിഞ്ഞവർ, ഇപ്പോൾ കാണുന്നത് പോലെ നെഞ്ചിൻ്റെ ഉള്ളിൽ മുഴയുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഉടലിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. കർത്താവ് അടിവയറ്റിലെ വേദനകളും മുഴുവൻ എല്ലാത്തരം അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, എന്തോ കെട്ടിയിരിക്കണ പോലെ തോന്നുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ജോലി അന്വേഷിച്ച് പോകുന്നവരെ, കർത്താവ് ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, ഓപ്പറേഷൻ 2.5 മണിക്കൂർ ഉണ്ടാകുമെന്ന് കേട്ടപ്പോഴൊരു പ്രയാസം നേടുന്നവരെ, അതിനെക്കുറിച്ച് ഭയങ്ങൾ തോന്നുന്നവരെ, എല്ലാ ഓപ്പറേഷനുകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആസ്വദിക്കുന്നു. കർത്താവ്, പ്രസവത്തിലെ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, സിസേറിയൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നവർ, അങ്ങനെ ഓരോരോ വിഷയത്തിൽ പ്രസവ സംബന്ധമായ വിഷയങ്ങളിൽ വിഷമിക്കുന്നവരും വേദനിക്കുകയും വീർമുട്ടുകയും ചെയ്യുന്നവരുടെ എല്ലാ ഭാരങ്ങളും മാറി മാതാവ് പ്രസവത്തിൻ്റെ ഓപ്പറേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയം നിൻ്റെ കൂടെ കൈ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ നിന്നെ ഏൽപ്പിക്കുന്ന പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരാ എന്നേക്കും. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പാറ പൊട്ടിക്കണ തിരി വെക്കത്തില്ലേ? ഇപ്പം വേറെ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരത്തെ തിരിയാണ് വെക്കണത്. തിരി വെച്ചിട്ട് ഒരുത്തൻ തീ കൊടുത്തിട്ട് ഓടിക്കളയും. അപ്പം തിരി വെടിമരുന്ന് എവിടെയെല്ലാം വെച്ചിട്ടുണ്ട്, പാറ തുരന്ന് അതെല്ലാം പൊട്ടിപ്പിളർന്ന് വലിയ ഹുങ്കാരത്തോട് ഭൂമി കുലുങ്ങി ആ പ്രദേശം മുഴുവൻ. അതുകൊണ്ടാണ് ഈ ആൾക്കാർക്ക് ചിലർക്ക് പാറമടയ്ക്ക് ലൈസൻസ് കിട്ടുമെന്ന് പറയുമ്പോൾ ചില വീട്ടുകാർ കേസിന് പോണതാണ്. ഇപ്പോൾ അതിനേക്കാളൊക്കെ വളരെ സോഫ്റ്റായിട്ടുള്ള കുറേ മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ചില സ്ഥലത്ത് ഓർക്കുകയും ഈ ഉടമ്പടി എന്ന് പറയുന്ന ഒരു ഉടമ്പടിക്ക് ശരിക്കും ഈ തിരി വെച്ചതും ഉടമ്പടിക്ക് മരുന്ന് വെച്ച് തീ വെച്ചതും ആദ്യം പത്രോസാണ്. പത്രോസ് കർത്താവിനോട് ചോദിച്ചു, ഉടമ്പടി ജീവിതം ഇങ്ങനെയാണെങ്കിൽ
ഉടമ്പടി ചെയ്യാതിരിക്കണതിൽ നല്ലതെന്ന്. അങ്ങനെ ചോദിച്ചില്ല. ഉടമ്പടി ജീവിതം ഇങ്ങനെയാണെങ്കിൽ ഉടമ്പടി ചെയ്യാതിരിക്കണതിൽ നല്ലതെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചില്ല. പക്ഷേ അതിന് വേറെ ഒരു കാര്യമാണ് ചോദിച്ചത് പത്രോസ്. എന്നാ ചോദിച്ചത്? മത്തായി 19:10 പറഞ്ഞെടുത്തേ. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യ ഭർത്തൃബന്ധം, ഉടമ്പടിയാണല്ലോ വിവാഹം, ഭാര്യ ഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം. അതാണ് ചോദിക്കുന്നത്. ഉടമ്പടി ജീവിതം ഇങ്ങനെയാണെങ്കിൽ ഉടമ്പടി, ചിലരൊക്കെ പറയത്തില്ല ഉടമ്പടി എടുക്കാതിരിക്കുന്നതല്ലേ ഭേദമെന്ന്. എൻ്റെ മക്കളെ, അത് ഭേദമല്ല. ശരിക്കും ഈ കാലഘട്ടങ്ങളിൽ ഞാൻ ചില സമയത്ത് ഓർക്കുക, ചില ആൾക്കാരെ 55 വയസ്സുള്ള ആൾക്കാരൊക്കെ സാക്ഷ്യം പറയുമ്പോഴേ അവരിത്രയും നാൾ ക്രിസ്ത്യൻസായിട്ട് ജീവിച്ചതല്ലേ. ചിലർ 60 വയസ്സുള്ള ആൾക്കാർ വന്ന് സാക്ഷ്യം പറയും. അപ്പോൾ അവർ ഞെട്ടിത്തരിച്ചാണ് പറയണത്. 60 കൊല്ലം ജീവിച്ചിട്ട് കിട്ടാത്ത അനുഭവമാണ് വെറും 6 ദിവസം കൊണ്ട് കിട്ടുന്നത്. അതാണ് ഉടമ്പടി ഇപ്പോഴും ഇന്ന് നല്ല മഴയാണ് ഇവിടെയൊക്കെ. പക്ഷേ ഉടമ്പടി നിറച്ച ആളാണ് കൃപാസനത്തിൽ. സാക്ഷ്യം പറയാനും ഉടമ്പടി പുതുക്കാനും ഇതായിട്ട് ഉടമ്പടി എടുക്കാനും ഒക്കെ ആളാണ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഉടമ്പടി ജീവിതത്തെക്കുറിച്ചൊരു ഐഡിയ, പണ്ട് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉടമ്പടി എന്താണ്, ഉടമ്പടി ഒരു ജീവിത രീതിയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി. അത് കാരണം ആൾക്കാർ ശരിക്കും പുതുക്കുന്നുണ്ട്. എന്താ കാര്യം? ഉടമ്പടി ഉടനടി അനുഭവം കിട്ടുന്നത് മാത്രമല്ലല്ലോ, അത് ദൈവമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യുകയല്ലേ. അപ്പോൾ വിശ്വസ്തയോടെ വരാൻ വേണ്ടി അവർക്ക് ചിലർക്ക് ഇത്തിരി സമയമെടുക്കും. അപ്പോഴേ കർത്താവ്, പക്ഷേ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടെന്ന് ദൈവത്തിന് തോന്നിയ ഉടമ്പടി സിമ്പിളാണ്. നമ്മൾ ആ ഉടമ്പടിയുടെ നിബന്ധനകൾ അനുസരിച്ചിട്ട് ദൈവസ്നേഹത്തോടെ പ്രവർത്തിക്കുന്നുവെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം ശരിക്കും നമുക്ക് ഇൻസെൻറ്റീവ് തരും. അതാണ് ഈശോ പറയണത്, ഭാര്യ ഭർത്താവ് ബന്ധം അല്ല ഉടമ്പടി ജീവിതം ഇത്തിരി പാടാണെങ്കിൽ ഉടമ്പടി എടുക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? അവൻ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. അതല്ല സംഭവം. കൃപ ലഭിച്ചവരാണെങ്കിൽ ഇത്തരം ചോദ്യം ചോദിക്കത്തില്ലെന്നാണ് ഈ പറയണത്. അതിൻ്റെ ഒരു മേക്കപ്പ് അങ്ങനെയാണ് കിടക്കണത്. ഇത് ഉടമ്പടിക്ക് കൃപ ലഭിച്ചവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. കൃപ ലഭിക്കാത്തവരാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്? കർത്താവേ, ഉടമ്പടി ജീവിക്കാൻ എനിക്കാവശ്യമായ കൃപയാൽ എന്നെ നിറക്കണമേ, അതല്ലേ പ്രാർത്ഥിക്കേണ്ടത്. അല്ല ഉടമ്പടിയെ അല്ല നമ്മൾ സംശയത്തിൽ നോക്കേണ്ടത്. കർത്താവേ, ഉടമ്പടി ജീവിക്കാൻ ആവശ്യമായ കൃപയാൽ, അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. കാര്യം ഉടമ്പടിയുടെ നിയോഗം നിറവേറാമെന്നല്ല, ഉടമ്പടി ജീവിക്കാൻ കർത്താവേ ആവശ്യമായ കൃപയാൽ എന്നെ നിറക്കണമേ. ഉടമ്പടി ജീവിക്കാൻ, എല്ലാ ഘട്ടങ്ങളിലും ഉടമ്പടിയിലാണെന്നുള്ള ബോധത്തോടുകൂടി ജീവിക്കാൻ അതിനാവശ്യമായ കൃപയാൽ എന്നെ നിറക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആരാധന ചാപ്പലായിരുന്നു. ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡോക്ടറിനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ചേട്ടന് നല്ല നടുവേദനയുണ്ട്. ഇരുന്നിടത്ത് ചേട്ടനൊന്ന് മയങ്ങിയപ്പോഴേക്കും തൊട്ടപ്പുറം ഇപ്പുറയൊക്കെ ആളുകൾ ഇരിപ്പുണ്ടായിരുന്നു. ചേട്ടനൊരു വലിയ ശബ്ദത്തോടു കൂടി ചാടി എഴുന്നേറ്റു. ഞാനപ്പോൾ നിന്നിടത്തുനിന്ന് ഓടി അടുത്തോട്ട് ചെന്നു. എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എൻ്റെ വലത്ത് കയ്യിൽ ഒരു വലിയ കൈ വന്ന് പിടിച്ചു പോക്കി, ആ കയ്യിൽ ഒരു പാടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചേട്ടനെ പിടിച്ചിരുത്തി. ഞാൻ അപ്പോഴേക്കും ഡോക്ടർ വന്നപ്പോൾ സ്കാനിങ് എഴുതി. അങ്ങനെ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ലെഫ്റ്റ് സൈഡ് കിഡ്നിയിൽ വലിയ ഒരു മുഴയാണ്. അത് കിഡ്നിയേക്കാൾ വലുതാണ്. അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം. അതങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് കേട്ടോണ്ടിരിക്കാൻ എൻ്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചേട്ടനെ നോക്കുമ്പോൾ ചേട്ടൻ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. റിലേറ്റീവ്സിനോടൊക്കെ ഞങ്ങൾ പറഞ്ഞു. അപ്പം അവരെല്ലാവരും പറഞ്ഞു ലിസിയിലോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ലിസിയിലോട്ട് ചെന്നു. ലിസി ചെന്ന് ഡോക്ടർ എല്ലാ ടെസ്റ്റുകളും വീണ്ടും ചെയ്തു. അങ്ങനെ പെട്ടെന്ന് ഓപ്പറേഷൻ വേണം, അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷൻ്റെ അന്ന് ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ വലിയ ഓപ്പൺ സർജറി ആയതുകൊണ്ട് കൊറോണയുടെ സമയമാണ്, ഒരാളല്ലാതെ മറ്റാരും നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂടെ ഒരാളെയും കൂടി നിർത്താൻ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ എൻ്റെ അനിയത്തി എൻ്റെ കൂടെ നിന്നു. അങ്ങനെ 5 ദിവസത്തേക്ക് ശേഷം വീട്ടിലോട്ട് പോകാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ 5 ദിവസം കഴിഞ്ഞിട്ടും ഓപ്പറേഷൻ കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത മുറിയിൽ ചേട്ടനെ റൂമിലോട്ട് കൊണ്ടുവന്നില്ല. അങ്ങനെ 5ാമത്തെ ദിവസമാണ് വന്നത്. അപ്പോൾ ചേട്ടൻ്റെ കണ്ടീഷൻ മുഴുവൻ ടൈമും ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു ഇത്തിരി വെള്ളം വായി ചെന്ന് അപ്പോഴേക്ക് ഛർദ്ദിക്കും. പിന്നെ ഒത്തിരി വലിയ സ്വരത്തിൽ എക്കൾ വന്ന് പതിയെ നിൽക്കും. അങ്ങനെ ഡോക്ടർ വീണ്ടും വന്നിട്ടും ഗ്യാസ്ട്രോനെ എഴുതി ഡോക്ടറിനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് അബ്ഡോമിൻ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാനിങ്ങിന് ഞങ്ങൾ വിളിക്കുമ്പോൾ അവരൊരു മരുന്ന് തന്നു. അത് വെള്ളത്തിൽ കലക്കി ചേർന്ന് കൊടുത്ത് ആ മരുന്ന് വയറ്റിൽ തങ്ങിയാൽ മാത്രമേ നമുക്ക് സ്കാനിങ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചേട്ടനൊന്നും കഴിക്കണമെന്നില്ല. ഞാൻ കൃപാസനത്തിലോട്ട് വിളിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും കാശ് രൂപമുണ്ട്. അങ്ങനെ കൃപാസനത്തിലോട്ട് ഞാൻ വിളിച്ച് പ്രാർത്ഥന സഹായം ചോദിച്ചു. അപ്പോഴേക്കും എന്നോട് പറഞ്ഞു, മോളെ പ്രാർത്ഥിക്കാൻ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വെള്ളം ചേട്ടായിക്ക് കൊടുത്തു. ആ മരുന്ന് കലക്കിയ വെള്ളം കൊടുത്തു. ആ വെള്ളം മാത്രം ചേട്ടായുടെ വയറ്റിൽ അങ്ങ് തങ്ങി. അപ്പം ഞാൻ ഓടിച്ചെന്ന് നഴ്സിനോട് പറഞ്ഞു. അപ്പോഴേക്കും അവർ വേഗം 3 മണി വെളുപ്പിനായിരുന്നു സ്കാനിങ്ങിന് കൊണ്ടുപോയി. ആ സ്കാനിങ്ങിന് കൊണ്ടുപോയി റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മൂക്കിൽ കൂടി ട്യൂബ് ഇട്ടു. അപ്പോൾ ആ ഛർദ്ദിച്ച പച്ച നിറത്തിൽ വെള്ളമെല്ലാം ആ ട്യൂബിൽ കൂടി വരാൻ തുടങ്ങി. അങ്ങനെ 1.5 ആഴ്ചയോളം അങ്ങനെ കിടന്നു. ചേട്ടയുടെ വെയിറ്റ് ഒരാഴ്ച കൊണ്ട് തന്നെ 10 കിലോ കുറഞ്ഞു. അപ്പോൾ ട്രിപ്പ് മാത്രമേ കൊടുക്കുന്നുണ്ടായിരുന്നു. കൈയും കാലും ഒക്കെ എല്ലാം നീര് വന്ന് കയ്യിലും കാലിലും ഒക്കെ കുത്തിയിട്ട് നിരമ്പൊന്നുമില്ലായിരുന്നു, നീരായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കാശ് രൂപ ഇങ്ങനെ ചേട്ട കിടക്കുന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനെ വെച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പിറ്റേന്ന് ആയപ്പോഴത്തേക്കും കുത്താൻ ഒരു ഇടവുമില്ലെന്നായപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് അടുത്തൊരു ഓപ്പറേഷനും കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞതിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും ഇതിനെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് എനിക്ക് അതിനുള്ള ക്യാഷെല്ലാം എൻ്റെ അനിയത്തി കൂടെ ഉണ്ടായിരുന്നു, റെഡിയാക്കി അങ്ങനെ ഓപ്പറേഷന് കൊണ്ടുപോയി. ഓപ്പറേഷന് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ വെച്ച് ഡോക്ടറിനോട് പറഞ്ഞു നമുക്ക് കയ്യിലും കാലിലും ഒന്നും കുത്താൻ പറ്റില്ല, പെടലിയുടെ ഇവിടെ കട്ട് ചെയ്തിട്ട് അവിടെ വേണം നമുക്ക് ഇടാനായിട്ട്. പിന്നെ ചേട്ടന് ചെറിയൊരു ന്യൂമോണിയ പോലെയുണ്ട്, ഇത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് ICUലേക്ക് മാറ്റേണ്ടി വരും, അത് കുറച്ചധികം ദിവസം കിടക്കേണ്ടി വരുമായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ എന്തെങ്കിലും സംഭവിക്കാനും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു, കാരണം ബോഡി ഭയങ്കര വീക്കായിരുന്നു. അങ്ങനെ ചേട്ടന് ഒത്തിരി പേപ്പറിൽ എന്നെ കൊണ്ട് സൈൻ ഇടിച്ചു. ഞങ്ങൾ റൂമിൽ വന്ന്
റൂമിലൊരു കുരിശുണ്ടായിരുന്നു. ആ ഒരു കുരിശിന്മേട്ട് നോക്കി എൻ്റെ അനിയത്തി മുട്ടയും നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് അപ്പോൾ ജപമാല കയ്യിൽ പിടിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ചൊല്ലാൻ പറ്റുന്നില്ല. ഞാൻ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ റൂമിൽ മുട്ടിയപ്പോഴേക്കും അത് ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ തന്നെയായിരുന്നു വന്നത്. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ചോദിച്ചു. ഞങ്ങൾ അതേന്ന് പറഞ്ഞു. ജപമാല എടുത്ത് കയ്യിൽ കണ്ടു. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, വിചാരിച്ചാലും നേരത്തെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ സാധിച്ചു. പറഞ്ഞതുപോലെ പെടലിയുടെ അവിടെ ഒന്നും കട്ട് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ ഞരമ്പെല്ലാം കിട്ടി. നാളെ തന്നെ ചേട്ടൻ്റെ വയറ്റിൽ നിന്ന് മോഷനൊക്കെ പോയിക്കോളും, പേടിക്കണ്ട, നമുക്ക് പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാനും സാധിച്ചു. അതിനുശേഷം ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടുന്ന് പിറ്റേന്ന് തന്നെ ഞാൻ ഓടി ഇവിടെ വന്നപ്പോൾ കൊറോണയുടെ ആ ചെറിയ ഒരു ആ സമയത്തായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ അച്ഛനെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം കണ്ടു. അച്ഛനെ കണ്ടപ്പോഴേക്കും പ്രാർത്ഥിച്ചു വിട്ടു. ചേട്ടനെ കൊണ്ടുവരാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടുന്ന് ഒരാഴ്ച നിന്നുള്ളൂ ചേട്ടൻ്റെ വീട്ടിൽ. അവിടുന്ന് അനിയത്തിയുടെ വീട്ടിലോട്ട് പോയി കോതമംഗലത്ത്. അവിടുന്ന് ഒരു മാസം നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെല്ലാനത്തോട്ട് വന്നു. അപ്പോൾ ചേട്ടൻ്റെ റിസൾട്ട് വന്നായിരുന്നു. റിസൾട്ട് ബയോപ്സിയുടെ ക്യാൻസർ എന്നാണ് പറഞ്ഞത്. പാപ്പിലറി റീനൽ സെൽ കാർസിനോമിയ ടൈപ്പ് 1 എന്നായിരുന്നു എഴുതിയിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതുകൂടാതെ ചേട്ടൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു ലങ്സിൻ്റെ സൈഡിലൊരു ചെറിയ മുഴ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ക്യാൻസറിനോട് സംബന്ധിച്ചെന്തോ ആയെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് MRI ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛനെ കണ്ടപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, പേടിക്കേണ്ട ഒന്നുമില്ല, ഒരു കുഴപ്പവുമില്ല, ധൈര്യമായിട്ട് പോയിക്കൊള്ളുക, നിങ്ങൾ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടനുമായിട്ട് ഞങ്ങൾ MRI ചെയ്തു. MRIയുടെ റിസൾട്ട് എല്ലാം നോർമലായിരുന്നു. അതിനുശേഷം അപ്പോൾ ഞങ്ങൾ ഉടമ്പടിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ വരെ അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ രാവിലെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എല്ലാം എനിക്ക് ശരീരത്തിൽ ഭയങ്കര തണുപ്പ് അനുഭവപ്പെടും. രാവിലെയും വൈകിട്ടും ഒക്കെ എനിക്കങ്ങനെ അനുഭവപ്പെടാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ആ ബൈബിളിനകത്തോട്ട് ഒരു കാന്തം വലിച്ചെടുക്കുന്നത് പോലെ എൻ്റെ മുഖം അങ്ങ് വലിഞ്ഞങ്ങോട്ട് ചെന്നു. ഞാനിരിക്കുന്ന ഭാഗം മുഴുവൻ വലിഞ്ഞങ്ങ് ചെന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ചെല്ലുന്ന സമയത്ത് കാണുന്നത് എൻ്റെ ഈശോയുടെ മുഖം ഞാൻ കണ്ടു ബൈബിളിൽ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പേടിയാണ് തോന്നിയത്. ഞാൻ അപ്പോഴത്തേക്കും ബൈബിൾ അടിച്ചു വെച്ചു. അതിനുശേഷം എനിക്ക് വചനം വായിക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു കൊതി പോലെയാണ്. അതിൽ പള്ളിയിലിരുന്നും അച്ഛന് സുവിശേഷമൊക്കെ കുർബാനയുടെ സമയത്ത് വായിക്കുമ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ഒരു പ്രത്യേക ഒരു സുഖമുണ്ട്, ഒരു സന്തോഷം അനുഭവിക്കുന്നു ഞാൻ. ഈശോയെ നന്ദി. അതുപോലെ എനിക്ക് ആ ഇടയ്ക്ക് എൻ്റെ ശരീരത്തിൽ എന്നിട്ട് അതിനുശേഷം ഞങ്ങൾ ഈ കൊറോണ സമയങ്ങളിൽ ഞങ്ങൾ എങ്ങനെ കഴിഞ്ഞു എന്നറിയില്ല. അമ്മ എല്ലാം ഞങ്ങൾക്ക് ഒരുക്കി തന്നു. പിള്ളേർ CBSE സിലബസിലായിരുന്നു. അവരുടെ ഫീസ് കാര്യങ്ങൾ അതിനെല്ലാം അമ്മ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. അതുകൂടാതെ ചേട്ടന് ഞങ്ങൾക്ക് ബാങ്ക് ലോണും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം അമ്മ ഒരുക്കി ഞങ്ങൾക്ക് അതെല്ലാം തീർത്തു തന്നു. അതുപോലെ ചേട്ടന് ജോലിക്ക് ഇറങ്ങുന്ന സമയമായിരുന്നു. അപ്പം ഞങ്ങൾ ജോലിക്ക് ഒരു കൂട്ടുകാരനുമായിട്ട് ഒരുമിച്ചായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ കൂട്ടുകാരൻ ആ സമയത്ത് ചേട്ടന് വയ്യാന്നായപ്പോൾ ഇട്ടിച്ചു പോയി. അപ്പം അതിനുശേഷം ജോലിക്ക് ഇറങ്ങാൻ നോക്കിയിട്ട് ഒരു തരത്തിലും പറ്റുന്നില്ലായിരുന്നു. എല്ലായിടത്തും വിളിക്കുമ്പോൾ നിനക്കിനി അതിന് പറ്റുമോ എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു സംസാരിച്ചത്. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. 3 ദിവസത്തെ ഡേറ്റ് ഇട്ടു, പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും 3 ദിവസത്തിനുള്ളിൽ അമ്മ ഞങ്ങൾക്ക് ജോലി ശരിയാക്കി തന്നു. ചേട്ടൻ്റെ അസുഖം പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് മാറ്റി തന്നു. 3 മാസം കൂടുമ്പോഴാണ് ഞങ്ങൾ ടെസ്റ്റിന് പോയിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ 6 മാസമാക്കി. അതിനിടയിൽ ചേട്ടൻ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ പൊക്കത്ത് നിന്ന് താഴോട്ട് വീണപ്പോഴേക്കും ഓപ്പറേഷൻ ചെയ്ത ഭാഗമാണ് അടിച്ചു കൊണ്ടത്. അപ്പം ഞങ്ങൾ അതിനുശേഷം ചെക്കപ്പിന് ചെല്ലുമ്പോൾ ക്രിയാറ്റിൻ കൂടുതലായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ അമ്മ മാതാവിനോട് ക്രിയാറ്റിൻ്റെ കാര്യം എഴുതി നോർമലാക്കി തരണമെന്ന് എഴുതി.
അപ്പം എഴുതിയിട്ട് ഇറങ്ങുന്ന സമയത്ത് ഫ്രണ്ടിലെ ഗ്രോട്ടോ തുറന്ന് സെക്യൂരിറ്റി മാതാവിൻ്റെ അവിടെ നിന്ന് അപേക്ഷകളൊക്കെ എടുക്കുകയായിരുന്നു. അപ്പോഴേക്കും ഞാൻ എൻ്റെ കയ്യിലിരുന്ന മരുന്ന് എടുത്തിട്ട് അമ്മയുടെ കയ്യിലോട്ട് വെച്ച് കൊടുത്തു. ഞാൻ പറഞ്ഞു, അമ്മേ ഈ മരുന്ന് കൊണ്ട് തന്നെ എല്ലാം എനിക്ക് മാറ്റി തരണം കേട്ടോ എന്ന് പറഞ്ഞ്. പക്ഷേ അതിൽ നിന്ന് 2 ഗുളിക മാത്രമേ കഴിക്കാൻ സാധിച്ചുള്ളൂ. പിന്നെ ഞാൻ കൊടുക്കാനും മറന്നു. ചേട്ടൻ ലോങ് പണിക്ക് പോയത് കൊണ്ട് എനിക്ക് കൊടുക്കാനും സാധിച്ചില്ല. പക്ഷെ അതൊന്നും കഴിക്കേണ്ടി വന്നില്ല. ഞാൻ ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോഴേക്കും നോർമലായിരുന്നു ക്രിയാറ്റിൻ. അതിനുശേഷം എനിക്ക് മുതുകിൽ ഒരു ചെറിയ മുഴ പോലെ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ എപ്പോഴും വേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഞാൻ ഓൺലൈൻ ഇങ്ങനെ ആരാധന കൂടിക്കൊണ്ടിരുന്നാണ് ഡോക്ടറിൻ്റെ അടുത്ത് കയറിയത്. ഒന്നും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ